ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ യോഗം ചേരുകയാണ്. CJP പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അത് സമരം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ചില സൂചനകളാണ് അവിടെ ലഭിക്കുന്നത്. മുഴുവൻ എംപിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിന് ശേഷം ഏത് രീതിയിലായിരിക്കും അവരുടെ സമര പരിപാടിയെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം സംസാരിക്കാമെന്ന് മാത്രമാണ് എംപിമാർ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ലാൽകുമാർ ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാനായി. ലാൽകുമാർ, അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ജിന നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ്സുകളിലാണ് അവർ, കേന്ദ്രസേന ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ നേരത്തെ തന്നെ ബാരിക്കേഡുകൾ തയ്യാറാക്കി വെച്ച് അടച്ചിരുന്നു. എന്നാൽ അതിന് പുറമെ ഇപ്പോൾ ബസ്സുകൾ നിരത്തി റോഡുകൾ അടച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു സുരക്ഷാ സേന ഉൾപ്പെടെ ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ബസ്സുകൾ വെച്ചാണ് ഇപ്പോൾ റോഡുകൾ അടച്ചിരിക്കുന്നത്. അതിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുക. കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ പോലീസ് ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു യോഗത്തിന് പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് പോലീസ് മാറുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഇത് മൊത്തത്തിൽ ഈ പ്രതിപക്ഷ സമരങ്ങളെ, വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി തന്നെ ഇതിനെയും കാണണം. കാരണം പ്രതിപക്ഷ യോഗത്തിൽ പോലും വലിയ സുരക്ഷ, എണ്ണമറ്റ സുരക്ഷ സംവിധാനങ്ങൾക്ക് കേന്ദ്രസേന ഇറക്കുന്ന കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഒറ്റക്കെട്ടായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് പ്രതിപക്ഷ എംപിമാർ. കോൺഗ്രസ് എന്നതിൽ നിന്ന് മാറി അവർ വലിയ രീതിയിൽ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കേന്ദ്രം ഏതായാലും വിറച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വലിയൊരു പോലീസ് സന്നാഹം അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലുണ്ട്. ഒപ്പം ബസ്സുകൾ വെച്ച് റോഡിന്റെ ഇരുവശവും അടച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വിവരം.